ഹായ് മെമ്പേഴ്സ്, നമ്മൾ പറഞ്ഞ എൻട്രി സെറ്റപ്പ് ഫ്രൈഡേ വന്ന മാർക്കറ്റിൽ ഈ ഒരു ഏരിയ മാർക്കറ്റ് എൻട്രി നോ ആക്റ്റീവ് ഞാൻ പറഞ്ഞു. നോ ആക്റ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണത്താലും പിന്നെ എൻട്രി എടുക്കരുത്. എൻട്രി എടുക്കുക, ക്ലാസ് അറ്റൻഡ് കഴിഞ്ഞ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തവർക്ക് അതിലത്തെ കൺഫർമേഷൻ വേറെ നോക്കിയിട്ട് എൻട്രി എടുക്കാം. അവർക്ക് കഴിഞ്ഞ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് വ്യക്തികളെ ആ ഏരിയയിൽ നിന്ന് എൻട്രി എടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു പോയിന്റ് എടുക്കുന്നത് അവിടെ കറക്റ്റ് വന്ന് ടച്ച് ചെയ്താൽ പോയി. നമുക്ക് അങ്ങനെ തരുന്ന ടൈമിന് സ്റ്റോപ്പ് ലോസിന്റെ റേഷ്യോ കൂടും. സ്റ്റോപ്പ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടൈമിന് ചിലത് അതാണ് ജസ്റ്റ് മിസ്റ്റേക്ക് എൻട്രി എടുക്കാതെ മിസ്സായി പോകുന്നത്. അന്നേരം എന്താക്കുക, ചെറിയ 10-20 പിപ്പ് ഡിഫറൻറ്റിൽ വരികയാണെങ്കിലും അവിടെ നിന്ന് ഒരു എൻട്രി എടുക്കുക. ഒരു 20 പിപ്പ് ഡിഫറൻറ്റ് അല്ല 10 പിപ്പ് ഡിഫറൻറ്റിലാണ് എൻട്രി കിടക്കുന്നതെങ്കിൽ ഇതിൻ്റെയൊക്കെ നല്ല 16.46 16.46 അതായത് മറ്റേത് 15.50 10 പിപ്പ് ഡിഫറൻറ്റേ ഉള്ളൂ. അങ്ങനെയൊക്കെ വരുന്ന ടൈമിന് ആ എൻട്രി എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു 20 പിപ്പൊക്കെ ഡൗണിൽ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഈ പോയിന്റിന് ഒരു പകുതി, അതായത് പോയിന്റ് 10 എടുക്കുന്ന ഒരാളാണെങ്കിൽ അവർ ഒരു 0.05 ആദ്യം ഒരു എൻട്രി എടുക്കുക, പിന്നെ ഒന്ന് ഇവിടെ നിന്ന് എടുക്കുക. സ്റ്റോപ്പ് ലോസ് മസ്റ്റ് ആണ്. സ്റ്റോപ്പ് ലോസ് ഈ പോയിന്റ് മസ്റ്റ് ആയിട്ട് വെക്കണം. ഓക്കെ, പിന്നെ നോ ആക്റ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാതിരിക്കുക, അതിനുശേഷം അറിയുന്നവരെടുക്കുക. ഓക്കെ, ഈ ക്യാൻഡിൽ വന്ന കുറച്ച് നേരെ വന്ന് എടുക്കുക എല്ലാം മിസ്സായി കഴിഞ്ഞാൽ അത് മാർക്കറ്റ് നമ്മളെ എൻട്രിക്ക് ഓപ്പോസിറ്റ് പോകുന്നുള്ളത് കൊണ്ടാണ് പിന്നെ എന്താക്കുന്നത്, എൻട്രി എടുക്കണ്ടെന്ന് പറയുന്നത്. ഇറ്റത്തെ ക്യാൻഡിൽ വന്ന് നോക്കിയതിന് ശേഷം വന്നത് എന്താ, നേരെ നോക്കുക, അന്നേരം ടെലഗ്രാം ചാനലിൽ കയറുക, നോക്കുക, എന്നിട്ട് സ്ക്രീൻഷോട്ട് നോക്കുക. അതിൽ പറഞ്ഞത് കാണാം, നോ ആക്റ്റീവ് പറഞ്ഞതിന് ശേഷം എന്താണ് മാർക്കറ്റ് സംഭവിച്ചത് നോക്കുക. നെക്സ്റ്റ് ക്യാൻഡിൽ സ്റ്റിക്ക് വന്നത് ഡൗൺ ആണ്, നെക്സ്റ്റ് എൻട്രി വേഗമാണ് വന്നത്. ഓക്കെ, ഇതന്നെ ഫസ്റ്റത്തെ ഇവിടുന്ന് റിട്ടേൺ കയറിയത് നോക്കിയാൽ ഏകദേശം 90 പിപ്പ്, അതായത് 15.50 28 90 പിപ്പ് മാർക്കറ്റ് കയറിയിട്ടുണ്ട് അവിടെ ആ ഒരു ഏരിയയിൽ. ഇവിടെ ആണെങ്കിൽ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് റിട്ടേൺ കയറിയത് 86 250 പിപ്പ് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ H1 ആണ് നമ്മൾ തരുന്നത്. ഇവിടെ ഒരു ഈ വിക്ക് കണ്ടോ, ചിലപ്പോൾ 50 പിപ്പ് വരെ, ഒരു 50 പിപ്പ് മാർക്കറ്റ് കയറി കഴിഞ്ഞാൽ ഹാഫ് ലോട്ട് കട്ട് ചെയ്യുക. 0.10 ആണെങ്കിൽ പകുതി 0.05 മസ്റ്റായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് സ്റ്റോപ്പ് ലോസ് ഈ എൻട്രി പോയിന്റ്, ഈ ലോ വന്ന് അതിന് മുൻപ് വന്ന് ഇവിടുത്തെ ലോന്റെ നേരെ താഴെ, അതായത് സ്പ്രെഡ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രോക്കറിൽ എത്രയാണോ സ്പ്രെഡ്, 0.20 ആണ് സ്പ്രെഡ് എങ്കിൽ 20 അത് കാണണം അതിൻ്റെ ഡൗണിൽ. അതായത് സ്പ്രെഡിൽ അടിച്ചിട്ട് മാർക്കറ്റ് എടുത്തു പോകും. അല്ലെങ്കിൽ ഫണ്ടിങ് അക്കൗണ്ട് ആകുന്ന ടൈമിന് ഏതും ഫണ്ടിങ്ങിലൊക്കെ 60 സ്പ്രെഡ് ഉണ്ട്, 60.60 അത് കാണണം. അതായത് 0.85 അതായത് 32.85 ഉള്ളത് 60 32.84 ആ ലെവലില്, 70 അല്ല 65 ആ ലെവലില് വെക്കണം. ഓക്കെ, പിന്നെ
എൻട്രി പോയിന്റിന്റെ മുകളിൽ ബി കയറ്റി സെറ്റ് ചെയ്ത് വെക്കാൻ പറയാത്തത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. ഇവിടെ വന്ന് എൻട്രീന്റെ മുകളിൽ വന്ന് ഒന്നും കൂടി എൻട്രീന്റെ അടുത്ത് വരാം, വന്നിട്ട് മാർക്കറ്റ് റിട്ടേൺ കയറിയിട്ടാണ് 250 പിപ്പ് റിട്ടേൺ കയറിയത്. പിന്നെ ഈ ആ ഒരു ഏരിയ തന്നെ ചെറിയ ടൈം ഫ്രെയിം ആക്കി നോക്കിയാൽ അതിൽ കാണാം. ഈ ഏരിയ ഫസ്റ്റ് ആണ് ഇത്ര, ഈ ഹൈ വരെ ഫസ്റ്റ് മാർക്കറ്റ് കയറിയത് 110 പിപ്പാണ് ഫസ്റ്റ് മാർക്കറ്റ് കയറിയത്. അതിനുശേഷം മാർക്കറ്റ് ഒന്നും കൂടി എൻട്രി പോയിന്റിന്റെ അടുത്ത് വരെ വന്നിട്ടാണ് റിട്ടേൺ മാർക്കറ്റ് കയറുന്നത്. അതിനെ കൊണ്ടാണ് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് നോക്കണം. 5 മിനിറ്റ് വരെ എടുത്ത് നോക്കുക. അതിൽ ആ ക്യാൻഡിൽ സ്റ്റിക്ക് അവിടെ പോയിട്ട് റിട്ടേൺ വരുന്നത് എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കുക. പിന്നെ ഈ ഒരു സെറ്റിലാണ് എൻട്രി എടുക്കേണ്ട സെറ്റപ്പ്. പിന്നെ ഈ എൻട്രി സ്വന്തമായിട്ട് എടുക്കാനുള്ളത് ക്ലാസ്സിൽ ഓൾറെഡി പറയുന്നുണ്ട്. ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ എൻട്രി സെറ്റപ്പ് എങ്ങനെയാണ് എടുക്കേണ്ടത് കാര്യങ്ങൾ. ഇതെന്ന് വെച്ചാൽ പിന്നെ ട്രെൻഡ് നേരെ ഫോക്കസ് ചെയ്തുകൊണ്ട് എൻട്രി എടുക്കാം. നേരെ ട്രെൻഡ് സെല്ല് കണ്ടിന്യൂ ചെയ്ത് ഇത് നമ്മൾ സിഗ്നൽ തരുന്ന 100 പിപ്പ് അല്ലേ ഇത്. നമ്മൾ ചെറിയൊരു സ്കാൽപ്പിംഗ് മോഡലിൽ ചെറിയൊരു ഇതിൽ ഞാൻ എടുക്കുന്ന എൻട്രി തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത്. ഞാൻ എൻ്റെ ഫണ്ടിങ് അക്കൗണ്ടിലാണെങ്കിലും ലൈവ് അക്കൗണ്ടിലാണെങ്കിലും എടുക്കുന്ന എൻട്രീസ് ആണ് നിങ്ങൾക്ക് ഞാൻ വിട്ടു തരുന്നത്. എനിക്ക് എൻട്രി ഓക്കെ അല്ല തോന്നിയാൽ ഞാൻ എടുക്കൂല. പലരും ചോദിക്കലുണ്ട് എൻട്രി ഇല്ലേ, ഇന്ന് എൻട്രി ഇല്ല എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് ഓക്കെ അല്ലാത്ത ടൈമിന് ഞാൻ എൻ്റെ ഇതിൽ ലോസ് വരാൻ ഞാൻ ഉദ്ദേശിക്കൂലല്ലോ. അതേ ഇതിലാണ് നിങ്ങൾക്കും തരുന്നത്. ഓക്കെ, ചില എൻട്രീസ് ഞാൻ എടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് തരുന്ന ടൈമിലേക്കും, അതായത് ചില എൻട്രി എടുക്കുന്ന ചിലത് നേരം നിങ്ങൾക്ക് തന്നെ അറിയാം. ഇതൊക്കെ വന്ന് പെട്ടെന്നായിരിക്കും 20-30 മിപ്പ് മാർക്കറ്റ് കയറിയിട്ടുണ്ടാകുക, എൻട്രി പോയിന്റ് മാറിയിട്ടുണ്ടാകും. അങ്ങനെ വരുന്നുണ്ട്. അന്നേരം മാക്സിമം പഠിക്കാൻ നോക്കുക. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താക്കുക, നിങ്ങൾ സ്വന്തമായിട്ട് എൻട്രി എടുക്കും. നിങ്ങൾക്ക് ഞാൻ 1, 2, 3 എല്ലാം ചിലപ്പം ചില ടൈമിൽ 4, 5 എൻട്രി വരും. ചിലപ്പോൾ ഒരു എൻട്രിയും കിട്ടിയെന്ന് വരില്ല. ഞാൻ എന്തെങ്കിലും തിരക്കോ ഹോസ്പിറ്റൽ കേസോ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ കുടുങ്ങിയാൽ എൻട്രി എനിക്ക് എടുക്കാൻ പറ്റൂല, എനിക്കത് നോക്കാൻ കഴിയൂല. ആ ടൈമിന് നിങ്ങൾക്ക് മിസ്സാവും. ഓക്കെ, പിന്നെ ഇനി എന്തായാലും അടുത്ത ചോദ്യം ഉണ്ടാകുക ഈ ചാർട്ടിന്റെ കേസാണ്. ഇതെന്ന് വെച്ചാൽ വേറെ ടെമ്പറേച്ചർ വെച്ചിട്ടുള്ളതാണ്. ഇതിൽ കുറെ കാര്യങ്ങൾ ആഡ് വരുന്നുണ്ട്. ഈ സെറ്റപ്പ് നമ്മൾ പഠിപ്പിക്കും എന്തായാലും. ഈ ക്ലാസ് നല്ലതുപോലെ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഫ്രീ ആയിട്ട് എന്തായാലും പഠിപ്പിച്ചു കൊടുക്കും. ഇതിൽ കുറെ സെറ്റപ്പുകൾ വരുന്നുണ്ട്. നോക്കി എൻട്രി എടുക്കുകയാണെങ്കിൽ കുറെ സെറ്റപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട് എൻട്രി എടുക്കാൻ. അതായത് ഈ നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഈ ചാർട്ട് മാത്രമാണ് പഠിക്കുന്നത്. ഇതിലേക്ക് വരുന്നവരെ ഇത് മൊത്തം പഠിക്കാനുണ്ടാവും. ഇതിലുള്ള ഓരോ ലൈൻസ് പഠിക്കാനുണ്ടാവും. ഓരോ ലൈൻസ് ഓരോ ഏരിയയിൽ എത്തുന്നവരെ എന്തൊക്കെ സംഭവിക്കുന്നു, ഈ ലൈൻസും എല്ലാം കൂടി ഓരോ ഭാഗത്തേക്ക് എത്തുന്നവരെ എന്തൊക്കെ സംഭവിക്കും, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. ഇത് അത്രയും ടഫ് സാധനം. അതായത് മിനിമം ഒരു 6 മാസമെങ്കിലും അത്രയും പ്രാക്ടിക്കലിനും കാര്യങ്ങൾക്കും നിന്നാൽ മാത്രമേ സക്സസ് ആവും. അല്ലാതെ മറ്റുള്ള പോലെ പെട്ടെന്ന് റെഡി ആവില്ല. മറ്റേതൊക്കെ നമ്മൾ ഇതിന്ന് കൂടി എടുത്തിട്ട് മറ്റേ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നൊരു സെറ്റപ്പാണ്. ഇതിൽ ട്രെൻഡ് ലൈൻ ആണെങ്കിലും ട്രെൻഡും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ടെംപ്ലേച്ചറിൽ യൂസ് ചെയ്യാൻ പറ്റും. എന്തെന്ന് വെച്ചാൽ ഈ സാധനം പഠിച്ചവർക്ക് മാത്രമേ ഈ ടെംപ്ലേച്ചറും ഇതും കിട്ടിയിട്ട് കാര്യമുള്ളൂ, ഇല്ലാത്തവർക്ക് കാര്യമില്ല. ഓക്കെ, സെറ്റപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട് പഠിപ്പിക്കാൻ മാർക്കറ്റിൽ. ഇപ്പം നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിലും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ട് പഠിപ്പിച്ചു തരാനുള്ളത്. ഈ ഒരു സെറ്റ് നോർമലായിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് ഇപ്പം കൊടുക്കുന്നത്. അതായത് ഫ്രീ നിങ്ങൾ പെട്ടെന്നൊന്ന് പഠിക്കാൻ കഴിയാൻ വേണ്ടിയിട്ടുള്ളത്. അത് സെറ്റായി കഴിഞ്ഞാൽ മാത്രമേ ഈ സാധനം പഠിപ്പിക്കാനും ഇത് പഠിപ്പിച്ചു തന്നാൽ നിങ്ങൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഏതായാലും നെക്സ്റ്റ്
വേറെ എന്തെങ്കിലും മാറ്ററുകൾ വരുന്ന ടൈമിന് വീഡിയോ ആക്കി തരാം. ഓക്കെ.